നമ്മുടെ ഈ ഒരു നാട് അല്ലെ, ദൈവത്തിന്റെ സ്വന്തം രാജ്യമായ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയാം, ഇന്ത്യയിലെല്ലാം ഈ പറയുന്ന റേപ്പ് ആണെങ്കിലും ഈ പറയുന്ന ഡൈവേഴ്സും ഈ പറയുന്ന അവിഹിതങ്ങൾ ഇതെല്ലാം കൂടിയത് ഒരു വില്ലൻ വന്നതിന് ശേഷമാണ്. അതായത് മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് വന്നതിന് ശേഷമാണ് കുഞ്ഞുങ്ങളെല്ലാം 18 വയസ്സിൽ ഒളിച്ചോടി തുടങ്ങി. ഈ പറയുന്ന അവിഹിതങ്ങളും ഈ പറയുന്ന കാമുകന്മാരും ഭ്രാന്തും അത് ഇത് എല്ലാം വന്നത് ഇന്റർനെറ്റിന്റെ ആ ഒരു പീക്ക് എത്തിയതിനു ശേഷമാണ് അല്ലെ. ഡൈവേഴ്സ് എല്ലാം വളരെ 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 കോമൺ ആയി മാറി കഴിഞ്ഞു. അവിഹിതങ്ങൾ 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 ഇതെല്ലാം കൂടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്റർനെറ്റ് ഒളിക്യാമറ വെച്ച് നമ്മുടെ രഹസ്യ വീഡിയോസ് എല്ലാം ഗൂഗിളിലും എല്ലായിടത്തും ഇതായിട്ട് ഒരുപാട് പേര് അങ്ങനെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പീക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഡാഡി, അതായത് ഇതിന്റെ എല്ലാത്തിനും ഒരു പീക്ക് ഉണ്ട്. അതായത് ഇന്റർനെറ്റിൽ നിന്നുള്ള യുഗത്തിന് ഒരു എൻഡ് ഉണ്ട്. അതിന്റെ എൻഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, മനുഷ്യത്വമില്ല, ആ ഒരു കാര്യങ്ങളൊന്നുമില്ല, ധർമ്മമില്ല, സത്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഏതുവിധ അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ എല്ലാം ജസ്റ്റ് ഒരു ആപ്പിലിട്ട് കഴിഞ്ഞാൽ ഈ രീതിയിൽ അവർക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. യാതൊരുവിധ വ്യത്യാസം തോന്നില്ല. അത്രക്ക് പെർഫെക്റ്റ് ആയിരിക്കും അത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ മിക്സ് ആയിട്ട് ഒരു ആണിനെ പെണ്ണും ചെയ്ത് കഴിഞ്ഞാൽ ഇത് മിക്സ് ആയിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇതൊന്നും ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഗൂഗിൾ പേ വന്നിട്ട് ഇപ്പൊ നമ്മുടെ പൈസ എല്ലാം അവർ കൊണ്ടുപോയ പോലെ തന്നെ ഈ മാനവും ഈ പറയുന്ന അഭിമാനവും ഇതെല്ലാം കൊണ്ടുപോകണം. ആ രീതിയിൽ ഹ്യൂമാനിറ്റി ഇല്ലാതാക്കുന്ന ആ ഒരു വാറിന്റെ ഏറ്റവും പീക്ക് എത്തി കഴിഞ്ഞു. കാരണം പ്ലേ സ്റ്റോറിലെല്ലാം വന്നു കഴിഞ്ഞു ഈ ഒരു കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ആ ഒരു ഭ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കണേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ടെക്നോളജീസ് എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു തലച്ചോറിന്റെ അത്ര ടെക്നോളജി ഈ ലോകത്ത് ഒരു കാര്യത്തിലും ഉണ്ടാവില്ല. അപ്പൊ ഈ തലച്ചോറ് പ്രവർത്തിപ്പിക്കാതെ ഈ പറയുന്ന ടെക്നോളജി മാത്രം ആശ്രയിക്കുമ്പോൾ നമ്മളെല്ലാം വിഡ്ഢികളായി മാറും. സ്മാർട്ട് ടി വി, സ്മാർട്ട് ക്ലാസ് ഇതെല്ലാം പറയും, പക്ഷെ നമ്മൾ സ്മാർട്ട് ആവില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ ചാറ്റ് ജി പി ടി, ജെമിനി എല്ലാം. നിങ്ങളുടെ തല പ്രവർത്തിപ്പിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട് പോലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല ഇനി. അതായത് സ്പെല്ലിംഗ് പോലും നിങ്ങൾ മറന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഹൈലി അവരുടെ ഒരു മെത്തേഡ് തന്നെ ആയിരുന്നു. ഓക്കെ, ഇനി എ വെച്ചിട്ട് ഇവിടെ റീപ്ലേസ്മെന്റ് നടക്കും. അതിനുള്ള എല്ലാവിധ പദ്ധതികൾ ഈ ഹൈ ഉള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, സുപ്രീം ആൾക്കാർ. ഈ താഴെയുള്ള ജോലിക്കാർക്ക് ഇതൊന്നും അറിയാൻ സാധിക്കില്ല. അവരെല്ലാം ആ ഒരു അനൗൺസ് ചെയ്യുമ്പോൾ മാത്രമേ അറിയൂ, ടി വിയിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതായത് ജോലിയില്ല, നമുക്ക് മാനവില്ലാത്ത രീതിയിലായി കഴിഞ്ഞു. പിന്നെ പ്രകൃതി, AI സെന്റേഴ്സ് എല്ലാം വന്നിട്ട് നമ്മുടെ ഭൂമിയുടെ അടിയിൽ ഭൂഗർഭജലം എല്ലാം വറ്റിക്കും. അതോടൊപ്പം തന്നെ പ്രകൃതി എല്ലാം ഘോരമായി ചൂടാക്കി കളയും. അപ്പൊ ഇതെല്ലാം അവരുടെ തന്നെ പദ്ധതി തന്നെയാണ്. അപ്പൊ ഇതിന് കൂട്ടുനിൽക്കുന്ന ഈ വിഡ്ഢികൾ, അപ്പൂമാർക്കും പ്രശ്നം ഉണ്ടെങ്കിലും അപ്പുമാരായ വിഡ്ഢികൾ ഇത് അറിയുന്നില്ല. നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റം ആണെങ്കിലും ഒന്നും അറിയില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് റിലാക്സ് പേഴ്സൺ ഇതെല്ലാം മുൻകൂട്ടി തന്നെ അറിയാം. അതായത് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ പിടിച്ചു വെക്കണം. ഇന്റർനെറ്റിനെ പിടിച്ചു വെക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്ര ദോഷങ്ങൾ ഉണ്ടായി. പക്ഷെ AI പിടിച്ചു വെച്ചില്ലെങ്കിൽ നമ്മൾ അടിമയാവും. അതായത് ആ ഒരു മന്ത്രിനെ കൊണ്ടുപോയ പോലെ, ആ രാജ്യത്തിലൊരു ആളെ കൊണ്ടുപോയ പോലെ നമ്മുടെ പ്രധാനമന്ത്രിനെ എല്ലാം ട്രംപ് ഈ ആൾക്കാരെല്ലാം കൊണ്ടുപോകും. നമുക്കൊന്നും യാതൊരു യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്കുള്ളത് ആർമി സോൾജേഴ്സ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള സോൾജേഴ്സ് ആണ്. നമുക്കുള്ളത് മനുഷ്യരും. അപ്പൊ നമ്മൾ ഫെയിൽ ആയി പോകും, നമ്മൾ നശിച്ചു പോകും, നമ്മൾ കീഴ്പ്പെട്ടു പോകും. ആ കീഴ്പ്പെടാൻ എന്തായാലും ഞാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം ആ ഒരു വൈബ്രന്റ് ആവണേ മുമ്പ് തന്നെ നമ്മൾ കീഴ്പ്പെടുത്തുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള എല്ലാവിധ സൊല്യൂഷൻസും റിലാക്സേഴ്സും യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കിട്ടും തരുന്നതുമാണ്.